ഇനി നമുക്ക് 3ds Maxലെ ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റിനെ എഴുതാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പ് വ്യൂവിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ മോഡിഫൈ പാനലിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ എഴുതേണ്ട ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഞാൻ വേണ്ട ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൽ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മോഡിഫൈയിൽ വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ സൈസ് വലുതാക്കി കൊടുക്കാൻ കഴിയും. എത്രയാണോ നിങ്ങൾക്ക് സൈസ് വേണ്ടത് അത് വലുതാക്കി കൊടുക്കാൻ കഴിയും. അടുത്തതായിട്ട് ഈ ഓപ്ഷൻ കേണിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പേസ് ടെക്സ്റ്റുകൾ തമ്മിലുള്ള സ്പേസ് വലുതായി വരുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ടെക്സ്റ്റിന്റെ ലീഡിങ് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുകളിലേക്ക് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂസ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും കഴിയും. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കീഴോട്ട് ഡ്രാഗ് ചെയ്താൽ ചെറുതാവുകയും മുകളിലേക്ക് വലിച്ചാൽ അത് മുകളിലേക്ക് വലിയ ലെറ്റർ ആയിട്ട് മാറുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇറ്റാലിക്സ് വേണമെങ്കിൽ ലെറ്റർ ഇറ്റാലിക്സിൽ വേണമെങ്കിൽ നമുക്ക് ഇറ്റാലിക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടർലൈൻ വേണമെന്നുണ്ടെങ്കിൽ അണ്ടർലൈൻ കൊടുക്കാം. ഇത് രണ്ടും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് മാറിക്കിട്ടും. ഈ രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റ് എഴുതുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എനേബിളിംഗ് റെൻഡർ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യാം, എനേബിളിംഗ് വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യാം. അതിനുശേഷം ഞാൻ മാക്സിമൈസ് ചെയ്യാണ് വ്യൂ പോർട്ട്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം റേഡിയൽ എന്നുള്ള ഓപ്ഷനിൽ ഇട്ടിട്ട് തിക്നെസ് നമുക്ക് കൂട്ടി കൊടുക്കാം, വേണ്ട തിക്നെസ് കൊടുക്കാം. അതുപോലെ തന്നെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആംഗിളിൽ വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആംഗിൾ വേരി ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമുക്ക് വലുതാക്കാം. അതുപോലെ തന്നെ മറ്റ് എല്ലാ ഷേപ്പിലും പഠിച്ചതുപോലെ തന്നെ റെക്ടാങ്കുലർ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റെക്ടാങ്കുലർ വൈസ് നമുക്ക് ഇതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ലെങ്ത് ഞാനിപ്പോൾ കൂട്ടി. അതുപോലെ തന്നെ നമുക്ക് വിട്ട് കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ ആംഗിൾ വ്യത്യാസപ്പെടുത്തണമെങ്കിൽ ചെയ്യാം. അതുപോലെ തന്നെ ആസ്പെക്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കൂട്ടി എടുക്കാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടെക്സ്റ്റിന് വേണ്ട ഫോണ്ടുകളെല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഏത് ടെക്സ്റ്റ് ആണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ രീതിയിൽ നമുക്ക് ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു രീതിയിലുള്ള മോഡിഫിക്കേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് നമുക്ക് എക്സ്ട്രൂഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തും ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട എമൗണ്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഈ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ ടെക്സ്റ്റിനെ മോഡിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഹെലിക്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതിനെ തൽക്കാലം ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനായ ഹെലിക്സിലേക്ക് പോകാം. ഞാനൊരു ഹെലിക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് ഷേപ്പിൽ പോയിട്ട് ഹെലിക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിപ്പോൾ വരുന്നത് ഇങ്ങനെ വരുന്നത് നമ്മളിവിടെ ആദ്യമായിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഹെലിക്സ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇത് രണ്ട് ഓപ്ഷൻ ആദ്യം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഹെലിക്സ് വരയ്ക്കാം. ഒരു സർക്കിൾ ആയിട്ട് വരും. അതിനുശേഷം മുകളിലേക്ക് വെക്കുക, റൈറ്റ് ക്ലിക്ക് അടിക്കുക. അതിനുശേഷം വരച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മോഡിഫൈയിൽ പോയിട്ട് ഇതിന്റെ ഹെലിക്സിന്റെ വാല്യൂസ് വ്യത്യാസപ്പെടുത്താം. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ടേൺസ് എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്യുക. ഇപ്പം ഒരു ടേൺ നമുക്ക് ഒരെണ്ണമേ ഇവിടെ ഉള്ളൂ. അത് ആദ്യം ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഞാൻ ടേൺ ആദ്യം ഇൻക്രീസ് ചെയ്യാണ്. എത്ര ടേൺ ആണോ നിങ്ങൾക്ക് വേണ്ടത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക ഹെലിക്സിന്റെ. അതിനുശേഷം റേഡിയസ് 1 ഇൻക്രീസ് ചെയ്യുക. അതിനുശേഷം റേഡിയസ് 2 ഇൻക്രീസ് ചെയ്യുക.
റേഡിയസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അടിയിൽ കാണുന്ന റേഡിയസ് ആണ് റേഡിയസ് 1 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് 2 എന്നത് മുകളിൽ കാണുന്ന റേഡിയസിനെയാണ് റേഡിയസ് 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ റേഡിയസ് 1 ഇൻക്രീസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞാൻ റേഡിയസ് 2 ഇൻക്രീസ് ചെയ്യുകയാണ്. റേഡിയസ് 2 നിങ്ങൾക്ക് വേണ്ടത് കൊടുക്കുക. റേഡിയസ് 2 ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് നമുക്ക് ഹൈറ്റ് ഇവിടെ നിന്ന് കൂട്ടിക്കൊടുക്കാം. ഹൈറ്റ് വേണമെന്നുള്ള രീതിയിൽ കൂട്ടിക്കൊടുക്കാം. അതിൽ CW കൗണ്ടർ വൈസ്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഈ രീതിയിലുള്ള ഈ ഓപ്ഷൻസും നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിനുള്ള വ്യത്യാസം മനസ്സിലാവുന്നതാണ്. CW, CCW. അതുപോലെ തന്നെ ബയാസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബയാസ് ഇതുപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റേഡിയസ് കൂട്ടാം കുറയ്ക്കാം. റേഡിയസ് 2, ഹൈറ്റ്, ടേൺസ് എല്ലാം നമുക്ക് ഇവിടെ ഈ രീതിയിൽ നമുക്ക് വ്യത്യാസപ്പെടുത്തി എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഓപ്ഷനുകളും എനേബിളിംഗ് റെൻഡർ, എനേബിളിംഗ് വ്യൂ പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് റേഡിയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്തെടുക്കാം. അതിനുശേഷം റെൻഡർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെൻഡറിങ്ങിൽ ഇത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് റെക്ടാങ്കുലർ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതിന്റെ വാല്യൂസ് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് റെൻഡർ ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഹെലിക്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്കുള്ള അടുത്ത ഓപ്ഷൻ എഗ് എന്നുള്ള ഓപ്ഷനാണ്. നമുക്കിനി അടുത്തായി എഗ് എന്താണെന്ന് നോക്കാം. ഇത് ഞാൻ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്ലിക്ക് ചെയ്തിട്ട് എഗ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. എഗ് നമുക്ക് ഇവിടെ വരച്ചു കൊടുക്കാം. ഇതും നമ്മൾ എനേബിളിംഗ് റെൻഡർ, എനേബിളിംഗ് വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഓൺ ആയി കിടക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്. ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഞാൻ ആദ്യം അത് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്തതിന് ശേഷം മറ്റ് ഓപ്ഷനുകളെല്ലാം സെയിം ആണ്. ഞാനൊന്നുകൂടി ഇത് വരച്ച് കാണിക്കാം. ഇത് നമ്മൾ എടുത്തു. വീണ്ടും ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഷേപ്പിൽ പോയിട്ട് എഗ് ക്രിയേറ്റ് ചെയ്യാണ്. എഗ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എനേബിളിംഗ് റെൻഡർ, എനേബിളിംഗ് വ്യൂ പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ പറ്റും. റേഡിയലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ വാല്യൂസ് കൂട്ടിയെടുക്കാൻ സാധിക്കും. റെക്ടാങ്കുലറിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതല്ല വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തതിന് ശേഷം താഴേക്ക് പോയിട്ട് നമുക്ക് എഗിന്റെ ഓപ്ഷനിൽ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് ലെങ്ത് കൂട്ടാം. എഗിന്റെ ലെങ്ത് നമുക്ക് ഇവിടെ നിന്ന് ലെങ്തിനെ വലുതാക്കാം. വിഡ്ത്ത് വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാം. ഈ ഔട്ടർലൈൻ എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ടർലൈൻ നമുക്ക് മാറി കിട്ടുന്നതായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അതുപോലെ തന്നെ തിക്നെസ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ തന്നെ ആംഗിൾ വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആംഗിൾ ചരിഞ്ഞു വരും. അതായത് കണ്ടില്ലേ, ആംഗിൾ വ്യത്യാസപ്പെടുത്തുന്നതിനനുസരിച്ച് അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഈ രീതിയിൽ നമുക്ക് എഗ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റ് ഓപ്ഷനുകളായ ഇന്റർപോളേഷൻ, മറ്റ് ഷേപ്പിൽ ഞാൻ പറഞ്ഞ ഇന്റർപോളേഷൻ ഇവിടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കീബോർഡ് എൻട്രിയിൽ ക്ലിക്ക് ചെയ്ത് ആ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ പാരാമീറ്റർ വ്യത്യാസപ്പെടുത്തി ഉണ്ടാക്കാം. ഈ എല്ലാ രീതികളിലും മറ്റ് ഷേപ്പിൽ എന്തെല്ലാമാണ് ഓപ്ഷൻസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതെല്ലാം നമുക്ക് ഇവിടെയും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. റേഡിയലിട്ട് നമുക്ക് ആ രീതിയിലും വ്യത്യാസപ്പെടുത്തി നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ ഷേപ്പിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ബാധകമാണ്. ഇനി നമുക്ക് സെക്ഷൻ എന്താണെന്ന് നോക്കാം. സെക്ഷൻ എടുക്കാനായിട്ട് ഞാൻ ജോമെട്രിയിൽ പോയിട്ട് 3 ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ഞാനൊരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്യാണ്. ഞാനൊരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാനൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഞാനൊരു ടീപോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വ്യൂ പോർട്ടിൽ പോയി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ മൂവ് ടൂൾ എടുത്ത് ഇതിനെ അറേഞ്ച് ചെയ്ത് ഒരു ലൈനിൽ നമ്മൾ വെക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ വന്നിട്ട് ഷേപ്പിൽ പോയിട്ട് ഞാൻ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രണ്ട് വ്യൂവിൽ ഞാൻ ഇതിനെ മൂന്നിനെയും കൂടെ വെച്ചുകൊണ്ട് ഞാനൊരു സെക്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം മോഡിഫൈയിൽ വന്നിട്ട് ആദ്യമായിട്ട്
ഇത് viewport മാക്സിമൈസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ നമ്മൾ സെക്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണാം. അതിനുവേണ്ടി നമ്മളിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്രിയേറ്റ് ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഷേപ്പ് 001 എന്ന് കിടക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടേതായ ഇഷ്ടമുള്ള നെയിം ഇവിടെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്ന നെയിം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഷേപ്പ് 001 എന്നുള്ളൊരു ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ ഈ അതേ പേര് ഷേപ്പ് 001 എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിനെ നമുക്ക് മൂവ് ചെയ്ത് പുറത്തേക്ക് വെക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ കണ്ടില്ലേ, എനേബിൾ ഇൻ റെൻഡർ, എനേബിൾ ഇൻ വ്യൂ പോർട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഷേപ്പ്, നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് നിങ്ങൾക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിനെ ക്ലിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻസ് വേണമെങ്കിലും മോഡിഫൈയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രൂഡ് ഓപ്ഷൻ കൊടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനെ മോഡിഫൈ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്ത് വേറെ രൂപത്തിലേക്ക് മാറ്റാൻ കഴിയും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ എന്നുള്ള ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഒന്നുകൂടി ഈ സെക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ ഓപ്ഷൻ ഓൺ ആയി കിടന്നുകൊണ്ടാണ്. ആദ്യമായിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഇത് വരച്ചു. അതിന് സെക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ ആദ്യ ഈ ഓപ്ഷൻ നമുക്ക് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വരയ്ക്കാം. സെക്ഷൻ എടുക്കുന്നു, ഫ്രണ്ട് വ്യൂയിൽ പോയിട്ട് നമ്മൾ സെക്ഷൻ വരയ്ക്കുന്നതായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമുള്ള രീതി. ഞാനിത് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ പെർസ്പെക്റ്റീവ് വ്യൂയിൽ വന്നു. അതിനുശേഷം നമുക്കിവിടെ വരച്ചപ്പോൾ തന്നെ അറിയാം, നമ്മൾ ഈ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കിവിടെ ഷേപ്പ് ആൾറെഡി ക്രിയേറ്റ് ആയി കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമ്മൾ അതുകൊണ്ട് നമുക്ക് മൂവ് എവിടെയാണോ വെച്ചാണോ നമുക്ക് ഷേപ്പ് വേണ്ടത്, നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ഇവിടെ കിട്ടിയോ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മോഡിഫൈയിൽ വന്നിട്ട് ക്രിയേറ്റ് ഷേപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഷേപ്പിന് പേര് കൊടുക്കുക, ഓക്കെ കൊടുത്തു. അതിനുശേഷം അതിനെ മൂവ് ചെയ്യിച്ച് പുറത്തേക്ക് വെക്കുക. ക്രിയേറ്റ് ഷേപ്പ് ആയിട്ടില്ല. ഷേപ്പ് 2 നമ്മളിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പുറത്തേക്ക് വന്നു. ഷേപ്പ് 2 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് 2 കിട്ടി. ഇനി ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായ രീതിയിൽ എനേബിൾ ഇൻ റെൻഡർ, എനേബിൾ വ്യൂ പോർട്ട് കൊടുത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഷേപ്പിനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് സെക്ഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ഇതിനെ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നു. സെക്ഷനെ നമുക്ക് ആദ്യം ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഒബ്ജക്റ്റിൽ ഡിലീറ്റ് ചെയ്യുന്നു. പിന്നീട് ഇതിനുള്ള കാര്യം, ഒരു ഓപ്ഷനും കൂടി ഇതിലുള്ളത്, നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ന്യൂ ഷേപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ടിക്കായി കിടക്കുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, ഇവിടെ ടോപ്പ് വ്യൂവിൽ നമ്മൾ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ഒന്നിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആണ്. ഈ സ്റ്റാർട്ട് ന്യൂ ഷേപ്പ് എന്നുള്ള ടിക്ക് ഓപ്പൺ ആയി കിടക്കുന്ന സമയത്ത് ഇത് രണ്ടും ഡിഫറെന്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നു. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ഈ ടിക്ക് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഈ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനെ മൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒറ്റ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ ഇത് അൺടിക്ക് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ജോയിന്റ് ആയിട്ട് ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമുക്ക് വരിക. അൺടിക്ക് ആണെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഓരോന്നും ഓരോ ഒബ്ജക്റ്റുകൾ ആയിരിക്കണം. വീണ്ടും ഞാൻ സ്റ്റാർട്ട് ന്യൂ ഷേപ്പിൽ ഇട്ടു, റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഇത് രണ്ടും രണ്ട് ഷേപ്പ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഈ രീതിയിലാണ്
റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കുന്നത് സ്റ്റാർട്ട് ന്യൂ ഷേപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതാണ്, വ്യത്യാസം വരുന്നത് ഇക്കാര്യത്തിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.